ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ജിസേലിനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിസേലിൻ്റെ മമ്മി വന്നപ്പോൾ തന്നെ ജിസേലിനെ നല്ലത് കിട്ടി. ഇതാ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. മമ്മിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിൻ്റെ സാധനങ്ങളൊക്കെ എന്തിനാ മറ്റു ജെൻസുകൾ യൂസ് ചെയ്യുന്നത്? ആ ജെൻസ് എന്ന് ഉദ്ദേശിച്ചത് ആരിനെ മാത്രമാണോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിന്റെ ബ്രഷൊക്കെ എന്തിനാ അവൻ യൂസ് ചെയ്യുന്നത്? പൊതുങ്ങളുടെ മുൾമുനിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ജിസേലിനെ. ജിസേലിൻ്റെ മമ്മി വന്നപ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നിന്റെ തുണി അലക്കുന്നത് ആരാണ്? നിനക്കെന്നാ തുണി സ്വയം അലക്കാൻ കഴിയില്ലേ? നീ എന്തുകൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല? നിന്റെ ബ്രഷൊക്കെ എന്തിനാ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതെന്ന്, അതായത് മുഖത്തിടുന്ന മേക്കപ്പ് ബ്രഷ് ഇല്ലേ, അതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിവിനാണോ മമ്മി എന്ന് ചോദിക്കുമ്പോൾ നിവിനല്ല, നിവിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ആര്യന് യൂസ് ചെയ്യുന്നുണ്ട്. ലൈവ് കണ്ടിട്ടാണ് മമ്മി വന്നിരിക്കുന്നത്. അപ്പോൾ നിന്റെ മേക്കപ്പ് സാധനങ്ങൾ എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത്? മേക്കപ്പിലൊക്കെ ഇവർ ഭയങ്കര കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ജിസേൽ ചെയ്യുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചോദിക്കുമ്പോൾ ജിസേലിൻ്റെ മമ്മീനെ വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അതിലെ ന്യൂറെ അടുത്തുണ്ട്, അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് മമ്മി ഇങ്ങനെ പറയുന്നത്. ഇല്ല, ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഞാൻ എന്ത് ഇവിടെ നിന്ന് സംസാരിച്ചില്ല, വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജിസേൽ ആരെയും കാണിക്കാതെ ഇങ്ങനെ പിടിച്ച് മാറ്റി കൊണ്ടുപോവാണ്. പോകുന്ന സമയത്ത് ജില്ല ബെഡിൻ്റെ ആ ഷെൽഫ് ഉണ്ടല്ലോ, അത് അടയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നു, ഇതെന്താ നീ അടയ്ക്കാത്ത? എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരുമെന്നൊക്കെ. ജിസേലിൻ്റെ ഓരോ തെറ്റുകുറ്റങ്ങൾ മമ്മി ചൂണ്ടിക്കാണിക്കുമ്പോൾ ജിസേൽ ചോദിക്കുകയാണ്, മമ്മി എന്താ ഇവിടെ ബിഗ് ബോസ് കളിക്കാൻ വന്നതാണോ എന്ന്. മമ്മിയുടെ മറുപടി, ഞാൻ നിന്നെ ബിഗ് ബോസ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് മമ്മി വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും പറയുന്നുണ്ട്, എന്നാൽ വഴക്കായിട്ടാണ് പറയുന്നത്. ജിസേൽ ചെയ്യുന്നത് റോങ് ആണ്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നീ ചെയ്യുന്നത്. നിനക്ക് ടോപ്പ് 3 എത്തണമെങ്കിൽ നീ ഇങ്ങനെ കളിച്ചാൽ പോരാന്ന്. ടോപ്പ് 3 മൂന്നാമത് നീയായിട്ട് വരണം. മൂന്നാമത് ആരാണ്? അനുമോളെ വെട്ടിയിട്ട് ജിസേൽ എത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ടോപ്പ് 3 നീ എത്തണം എന്ന്. 1ഉം 2ഉം എത്തൂല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കൊച്ചുകുട്ടികളെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴക്ക് പറയില്ല, അതുപോലെ ലൈവിൽ ജിസേലിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിസേലിന് നല്ല രീതിയിലുള്ള പേടിയുണ്ട്. മമ്മിയെ ആരെയും തൊടിയിക്കാണ്ടും സംസാരിക്കാണ്ടും ഇങ്ങനെ സേഫ് ആയിട്ടുള്ളിടത്ത് മാത്രം സംസാരിച്ച് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനൊരു ഗെയിം പ്ലാൻ തന്നെ ആയിരിക്കും ജിസേൽ പുറമേ നിന്ന് വന്നപ്പോൾ തന്നെ പ്ലാൻ ചെയ്തത്. ഇങ്ങനെയൊക്കെ ഒരു ട്രാക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് മനസ്സ് നേരത്തെ വിചാരിച്ച് കാണുമായിരിക്കാം. 100 ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുന്ന മമ്മിയെ തിരിച്ച് ചോദ്യം ചെയ്തുകൊണ്ടാണ് കേട്ടോ ജിസേൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്താലും ജിസേൽ വിചാരിച്ച രീതിയിൽ ജിസേൽ കളിക്കുള്ളൂ. ആ കാര്യത്തിൽ സംശയമില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.